ലയണൽ മെസ്സി ഇന്ത്യയിൽ 3 ദിവസത്തെ സന്ദർശനത്തിന് വന്നിരുന്നു. കൽക്കത്ത സ്റ്റേഡിയത്തിൽ വന്ന ലയണൽ മെസ്സിനെ കൂടുതൽ സമയം സ്റ്റേഡിയത്തിൽ നിൽക്കാതെ മടങ്ങിപ്പോയതിന് വയലൻ്റായ ജനങ്ങൾ സ്റ്റേഡിയം അടിച്ചു പൊളിച്ചു. കാരണം എന്തെന്ന് വെച്ചാൽ 5000 മുതൽ 25,000 വരെ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു സെക്കൻഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വന്നുപോയി പോയി എന്നുള്ള രീതിയിലായി. അതുകൊണ്ടാണത് സംഭവിച്ചത്. എവിടെയാണെങ്കിലും കാണാൻ പറ്റുകയും സംസാരിക്കാൻ പറ്റുകയും കളിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് മന്ത്രിമാർക്കും അവരുടെ മക്കൾക്കും തന്നെയാണ്. രേവന്ത് റെഡ്ഡി മെസ്സിയുമായി പന്ത് കളിച്ചു. അതും ഒരു കാഴ്ചയായിരുന്നു. ഫുട്ബോൾ ഇതിഹാസം മെസ്സി എത്തിയതിന് പിന്നാലെ കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ സംഘർഷം. മെസ്സി സ്റ്റേഡിയത്തിൽ നിന്നും പെട്ടെന്ന് മടങ്ങിയതാണ് ആരാധകരെ കുപിതരാക്കിയത്. രോഷാകുലരായ ആരാധകർ കസേരകൾ മുതൽ കുപ്പികൾ വരെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്റ്റേഡിയത്തിലെത്തുന്ന മെസ്സി ആരാധകരുമായി സംവദിക്കുമെന്നാണ് നേരത്തെ സംഘാടകർ അറിയിച്ചിരുന്നത്. എന്നാൽ ഗ്രൗണ്ടിലിറങ്ങിയ മെസ്സി ഏതാനും നിമിഷങ്ങൾ മാത്രം ചെലവഴിച്ച് മടങ്ങിപ്പോയത് ആരാധകരെ ചൊടിപ്പിച്ചു. 5000 മുതൽ 25,000 രൂപ വരെ മുടക്കിയാണ് ആരാധകർ ടിക്കറ്റ് സ്വന്തമാക്കിയത്. ഇത്രയേറെ പണം ചെലവാക്കിയിട്ടും തങ്ങളുടെ ഇഷ്ടതാരത്തെ ശരിക്ക് കാണാൻ സാധിക്കാതിരുന്നതോടെ ആരാധകർ പ്രകോപിതരാകുകയായിരുന്നു. മന്ത്രിമാർക്കും അവരുടെ മക്കൾക്കും മാത്രമാണ് മെസ്സിയെ കാണാൻ പറ്റിയതെന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ കൊൽക്കത്തയിലേക്ക് ഒഴുകിയ ആരാധകരെല്ലാം നിരാശരാണെന്നും ഒരാൾ പറഞ്ഞു. പണവും പോയി, സമയവും പോയി, നിരാശയാണ് ഫലമെന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത്. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനാണ് മെസ്സി എത്തിയത്. കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിൽ മെസ്സി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും.